ഹലോ മൈ ഡർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിയാസ് ഇ കെ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണിയാട്ടോ. അതിൻ്റെ എഞ്ചിന് സാധനം എല്ലാം അഴിച്ചിറക്കിയ ഫൗണ്ടേഷൻ്റെ ഒക്കെ കുറേ തുരുമ്പുണ്ടായിരുന്നു. അതെല്ലാം വെട്ടി മാറ്റി ഒന്നുകൂടെ നല്ല സ്ട്രോങ് ആക്കി ചെയ്ത് കയറ്റി. അതുപോലെ നമ്മുടെ പവർ ബ്രേക്ക് വെക്കാൻ വേണ്ടി, ബൂസ്റ്റർ വെക്കാൻ വേണ്ടിയുള്ള സ്ഥലം അതുപോലെ തന്നെ വെട്ടി ചെയ്ത് അതും ശരിയാക്കി വെച്ചിട്ടുണ്ടോ. ആ ഫിറ്റിങ്ങിലേക്കാണ് ഇതെടുത്ത് വെക്കുന്നത്. അവിടെ ആ ഉള്ളിലത്തെ ധൂമം കാര്യങ്ങളൊക്കെ മാറിയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ പണി കുറച്ച് ദിവസം ഞാൻ കാണിച്ചില്ല, കാരണം അത് നേരെ പെയിൻറ്റിങ്ങിന് പോയായിരുന്നു. ചെറിയൊരു പാച്ച് വർക്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അത് കഴിഞ്ഞൊന്നും ഇനി കേരളൻ്റെ വീഡിയോ ആയിട്ട് കാണിച്ചു തരാമെന്ന് ഓർത്തുന്നുണ്ടോ. അതിനെപ്പറ്റി ഒന്നും പറയാണ്ടിരുന്നത്. വണ്ടി നല്ല കുട്ടപ്പനായിട്ടുണ്ട്. ഏകദേശം പാച്ച് വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അതേ ഷോക്ക് അബ്സറൊക്കെ ഉണ്ടോ, നല്ല പെയിൻ്റ് അടിച്ചെല്ലാം കുട്ടപ്പനാക്കിയിട്ടുണ്ട്. നല്ല മെറ്റാലിക്ക് പെയിൻ്റ് ആട്ടോ ഷോക്ക് അബ്സർ അടിച്ചേക്കണേ. ജെയ്സലാട്ടോ അത് പെയിൻ്റ് അടിക്കുന്ന ആൾ. അപ്പോൾ അത് എൻജിൻ കയറ്റി ഫൗണ്ടേഷൻ എല്ലാം സെറ്റ് ചെയ്ത് അതിലേക്ക് എൻജിനും കയറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് കേട്ടോ കാണിക്കണേ, കാരണം ചുമ്മാ നമ്മൾ വലിച്ചു തീയിട്ടുണ്ടാവും. ഒത്തിരി പേര് പറഞ്ഞു വലിച്ച് കീട്ടിക്കോ കുഴപ്പമില്ല, അരമണിക്കൂർ 3/4 മണിക്കൂർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ അങ്ങനെ ചുമ്മാ ശരിയില്ലല്ലോ. അതുകൊണ്ടാട്ടോ. ഗിയർ ബോക്സും കയറ്റിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ടോപ്പ് വെച്ചിട്ടില്ല. ഗിയർ ബോക്സൊക്കെ അഴിച്ചു നോക്കിയിട്ടാണെങ്കിലും ഒരു കുഴപ്പമില്ല എന്നിട്ട് അണ്ണം പറഞ്ഞു. നല്ല നീറ്റ് തന്നെയാണ്, നല്ല ക്ലിയർ ആണ്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. അപ്പോൾ ഗിയർ ബോക്സിൻ്റെ അത് വെള്ളം ഉണ്ടായിരുന്നു അഴിച്ചപ്പം, അതല്ലാണ്ട് വേറെ ഒരു കുഴപ്പം വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ കുട്ടി ലിവറിൻ്റെ അവിടെ ഒരു ബുഷ് ഇട്ട് കൊടുക്കാൻ ഞാൻ പറഞ്ഞു. ഓട്ടത്തിലാണെങ്കിൽ ചുമ്മാ കരകരാന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ച് കൊടുത്തു. ഇനിയിപ്പം ഓരോരോ പണിയായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ചുമ്മാ നമ്മൾ ഒത്തിരി വലിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചുമ്മാ നമ്മളുള്ള കാര്യങ്ങളൊന്ന് പെട്ടെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ട് തീർക്കാമെന്ന് ഓർത്തുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ഫ്രണ്ടിൽ ഹൗസിങ് വേറൊരു വണ്ടിയുടെ എടുത്ത് വെച്ചേക്കൂടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഹൗസിങ്ങിൻ്റെ ട്യൂബിൻ്റെ ഉള്ളിലേശമൊക്കെ ഒന്ന് അഴിച്ച് മൊത്തം പണിയാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് മൊത്തം ഒന്ന് അഴിച്ച് വെച്ചു. ആ സമയത്ത് വർക്ക്ഷോപ്പിൽ പോകാൻ വേണ്ടി ഇതെടുത്ത് വെച്ചു കിട്ടും. അങ്ങനെയാണ് ഇത് വെച്ചേക്കുന്നത്. അതാണ് ഈ ഹൗസിങ് ട്യൂബിൻ്റെ അകത്ത് വെച്ച് ഫിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ വർക്ക്ഷോപ്പിലേക്ക് വിട്ടത്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വരുമ്പോൾ പിന്നെയും താമസം വരും. പിന്നെ ഇതുണ്ടോ സൈഡ് സ്പെർച്ച് ആക്കിയായിരുന്നു. ഇത് കാണിക്കാൻ പറ്റിയില്ല, ഞാൻ അന്ന് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ സൈഡ് സ്പെർച്ചും ആക്കി, അതായത് വണ്ടിയുടെ ബാക്കിലത്തെ പ്ലേറ്റ് അത് സൈഡിലേക്ക് ആക്കി. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കുമ്പോഴത്തേനും വണ്ടി ഇങ്ങനെ വളവ് വീശുമ്പോൾ ഇങ്ങനെ ഒത്തിരി ബോഡി അങ്ങ് ഒലഞ്ഞ് പോകുന്നൊരു പരിപാടി എല്ലാ വണ്ടിക്കും ഉണ്ട്, മിക്ക ജീവനും ഉണ്ട്, പഴയ വണ്ടികൾക്ക്. അപ്പോൾ ആ ഒരു പ്രശ്നം മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഇതുണ്ടോ ഈ ഷോക്ക് ഓബ്സറിൻ്റെ പുറത്താണ് പ്ലേറ്റ് വരുന്നത്. നമ്മുടെ വണ്ടിയൊക്കെ നോക്കി അറിയാം, പഴയ വണ്ടിയൊക്കെ നോക്കി അറിയാം, പ്ലേറ്റ് ഉള്ളിലാണ് ഷോക്ക് ഓബ്സറിൻ്റെ വരുന്നത്. ഇതപ്പോൾ പുറത്തേക്ക് ആക്കി കേട്ടോ. കാരണം പുതിയ വണ്ടി വന്നപ്പോഴേക്കും ചേസിന് വീതി കൂടുതലുണ്ട്, പഴയ വണ്ടിക്ക് വീതിയില്ല. അപ്പോൾ ആ ഒരു ഫിറ്റിങ് അതേ സെറ്റപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടിയാണ് സൈഡിലേക്ക് പറിച്ചാക്കുന്ന പരിപാടി വന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ ആക്കി. നമ്മുടെ ഷാക്കിൾപ്പടിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഷാക്കിൾപ്പടി ആണെങ്കിലും കുറച്ച് പണിയോ ചെയ്യണം എന്നാണ് അണ്ണം പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കുറച്ച് ചെറിയ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കാണിച്ചില്ല. പണിതുകൊണ്ടിരിക്കുന്ന വീഡിയോ എടുക്കുന്നത് വെച്ചാൽ ഇവിടെ അണ്ണനൊക്കെ അവരുടെ സൗകര്യം പോലെയൊക്കെ പണിത് പോകുമ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കയറി ഇത് ചെയ്യാൻ പോയാൽ രസമാണ്. ഇപ്പോൾ അതേ കണ്ടില്ലേ, ബ്രേക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്യുവാണ്. ക്ലാമ്പ് എല്ലാം പുതിയത് മേടിച്ചിട്ടു കേട്ടോ. പഴയതൊന്നും ഇടണ്ട, നല്ല നോക്കി ചെയ്തോളാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇട്ടു. അതിൻ്റെ അകത്തുള്ള ആ ബെൽറ്റ് പോലത്തെ സാധനം എല്ലാം അതുപോലെ പുതിയ ഇട്ടു. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഉള്ളിലത്തെ ഗ്രീസ് വെള്ളം പോലെ ആയി പോയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സീല കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടാട്ടോ ചെയ്ത് പോയേക്കണത്. പിന്നെ പ്ലേറ്റ് ഫ്രണ്ടിലത്തെ ഒരു ഇച്ചിരി അടിച്ച് വളയ്ക്കാനുണ്ടേ. ഇതിപ്പോൾ ഇച്ചിരി ലെവലിലാണ് നിൽക്കണം. വണ്ടി കയറി കഴിയുമ്പോൾ ലെവലിലായിപ്പോൾ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യണമെന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ടില്ലേ, ഗ്രീസ് വെള്ളമായി പോയായിരുന്നു. അത് വണ്ടി വളയ്ക്കുമ്പോഴൊക്കെ ചാടി പോയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ സീല് പോയിട്ടാണ് മെയിനായിട്ട് സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി ചെയ്യണം കണ്ടോ. അപ്പോൾ അത് ഊരി മാറ്റി വെച്ച് രണ്ട് സൈഡും അഴിച്ച് അതിനകത്തുള്ള ബയറിങ്ങുകളൊക്കെ മാറി ഒന്നേന്നും പറഞ്ഞാണ് ചെയ്ത് കയറി തന്നെ. നമ്മുടെ വണ്ടിയുടെ ഷാക്കിൾപ്പടി ഊരിയെടുത്തു കേട്ടോ. കാരണം ഗ്രീസ് അടിക്കേണ്ടാത്ത ടൈപ്പ് ഷാക്കിൾപ്പടി ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ആ ഷേപ്പിനുള്ള ഷാക്കിൾപ്പടീൻ്റെ അകത്ത് ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോൾട്ട് കയറത്തില്ല. അപ്പോൾ ഷാക്കിൾപ്പടി വെൽഡ് ചെയ്ത് അതിൻ്റെ ഹോളടച്ച് പുതിയ ഹോൾ ഉണ്ടാക്കിയിട്ട് വേണം കിട്ടാൻ. അപ്പോൾ അതുകൊണ്ട് ഊരിയെടുത്തത് കേട്ടോ. അതൊന്ന് ഫിറ്റ് ചെയ്തെല്ലാം സെറ്റാക്കിയതായിരുന്നു. പിന്നെ നമ്മുടെ ബാലൻസ് റാഡ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കണ്ടോ. നമ്മുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ബോക്സ് കയറ്റി സെറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇവിടെ കുറേ തുരുമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി ഒന്നുകൂടെ റെഡിയാക്കി എടുത്തത് കേട്ടോ. മൊത്തം പ്രൈമർ അടിച്ച് ഫുള്ള് കയറിയേക്കും കേട്ടോ. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു ഷോക്ക് അബ്സർ വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റ് ചെയ്യണം. കാരണം എനിക്ക് വേണ്ടിയിട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ബാലൻസിന് വേണ്ടി ചെയ്യേണ്ട സംഭവമുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനൊരു ഷോക്ക് വരുന്നത്. അപ്പോൾ അതൊന്ന് റെഡിയാക്കണം. ഇതൊക്കെ ശരിക്കും ഒന്ന് വെൽഡ് ചെയ്യാനുള്ള കേട്ടോ. വെൽഡ് ചെയ്താൽ അത് പ്രൈമർ അടിക്കും. ഇവിടെ പ്രൈമറൊക്കെ അടിച്ച് കയറിയേക്കണതാണ്. കൊള്ളാം എന്തായാലും. അപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ പരിപാടി ഏതാണ്ടായിട്ടുണ്ട്. കണ്ടോ, സ്റ്റാറൊക്കെ പുതിയത് തന്നെ മേടിച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഇനിയൊന്നും കുറയ്ക്കണ്ട, എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ഒരു ഷാക്കിൾപ്പടി വെൽഡ് ചെയ്ത് അതിൻ്റെ അകത്ത് പുതിയ തുളയിട്ട് അതിൻ്റെ അകത്ത് ബുഷിട്ട് കയറ്റി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ നമുക്ക് ഗ്രീസ് അടിക്കണ്ട. മറ്റേത് ഫ്രണ്ടിൽ നമ്മൾ ഗ്രീസ് അടിക്കണം. ഗ്രീസ് അടിക്കേണ്ട വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും തന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ കിടന്ന് ഭയങ്കര അലമ്പ് സൗണ്ടൊക്കെ ആവും കേട്ടോ. ഇതാകുമ്പോൾ പിന്നെ സൗണ്ടൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഗ്രീസ് അടിക്കേണ്ടത് ടൈപ്പ് ആക്കണം എന്ന് പറഞ്ഞത്. പിന്നെ ഇത് കണ്ടോ, ഞാൻ ഇവിടെ ഇപ്പുറ സൈഡിലും വെച്ചിട്ടുണ്ട്. കണ്ടോ, ആ മഞ്ഞ കളർ കാണുന്നുണ്ടോ, അതാണ് ഒരു ബുഷ്. ആ ബുഷ് കയറ്റിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി ഫ്രണ്ടിൽ ഗ്രീസ് അടിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. മറ്റേത് നമ്മൾ എപ്പോഴും ഗ്രീസ് അടിക്കണം. ഗ്രീസ് അടിക്കുമ്പോഴാണ്, ഗ്രീസ് അടിച്ചില്ലെങ്കിലേക്ക് ഇളക്കം വരും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മളിത് ഇവിടെ ഗബ്രിയലിൻ്റെ ഷോക്ക് അബ്സർ കയറ്റി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ നാടകം, അതായത് വണ്ടിയുടെ ഒരു ഷെയ്ക്കിങ്ങും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് സ്റ്റിയറിങ്ങിലേക്ക് നല്ല സ്മൂത്ത് ആവും. അപ്പോൾ അങ്ങനെയൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ഷോക്ക് കൊടുത്തത്. കണ്ടോ, ഈ ഷോക്കിന് ആ ഷാക്കിൾപ്പടിയുടെ ബാക്കിലൊരു സംഭവം ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് കയറ്റി അത് ഫിറ്റ് ചെയ്യുകയോട്ടാ ചെയ്യണേ. ഞാനത് കുറേ വണ്ടി കണ്ടിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിൽ വെച്ചിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. പിന്നെ ഇത് ആ ഒരു എൻ്റെ ആ സാധനമൊക്കെ മൊത്തം പോയായിരുന്നു കേട്ടോ. നേരത്തെ ആണെങ്കിൽ ഗ്രീസ് അടിക്കാൻ കയറുന്നൊന്നുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് പുതിയത് മേടിച്ചിട്ടോന്നും പറഞ്ഞ് അങ്ങനെ ഇടിപ്പിച്ചു. എന്തായാലും നല്ലൊരു പൈസ ഇന്ന് പോകും കേട്ടോ. പിന്നെ ഇത് വേറെ ഒന്നുമില്ല. ഇത് ചെയ്യുമ്പോൾ കണ്ടപ്പോൾ ഒരു രസം. കാരണം നമ്മൾ ഈ ലൈറ്റിലൊക്കെ ചെന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേന് കട്ട് ചെയ്യുമ്പോൾ ആ തീപ്പറ്റി വറക്കുമ്പോൾ ഒരു വൈബ്. അതുകൊണ്ട് ഞാൻ ചുമ്മാ കാണിച്ചു എന്നുള്ളൂ. ഒരു രസം, ജസ്റ്റ് ഫോർ രസം എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ആ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഷോക്ക് അബ്സർ കയറ്റി സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ അതിൻ്റെ ഒരു ചെറിയൊരു പീസ് അവിടെ തള്ളി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്ത് കളയാമെന്ന് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയണം. കാരണം അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളയ്ക്കുമ്പോഴൊക്കെ തട്ടാനും മുട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. കണ്ടോ, ആ ഒരു പീസ് താഴ്ത്തുനിന്നും മേളിൽ നിന്നും കട്ട് ചെയ്ത് കളയാനുണ്ടായിരുന്നു കേട്ടോ. അത് ആ ഷേപ്പിനൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് ഷോക്ക് അബ്സർ കയറ്റിയുടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടയർ തന്നെ കയറി തട്ടാം. നമ്മുടെ വണ്ടിയുടെ കാര്യമല്ലേ, എവിടെയൊക്കെ ചെല്ലുമ്പോൾ എന്നൊക്കെ എവിടെയൊക്കെ കയറി തട്ടും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ഇതും അതുപോലെ തന്നെ പിന്നെ ആ ബാലൻസറായിട്ട് ഇരിപ്പുണ്ട്, അത് ചിലപ്പോൾ തട്ടാം. അപ്പോൾ അങ്ങനെ ഉള്ളത് ഒത്തിരി അല്ല, അവർക്ക് ആവശ്യത്തിനുള്ള നീളം വെച്ചിട്ട് അത് കാക്കി കട്ട് ചെയ്ത് കളയാൻ തന്നെ നല്ലത്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ചെയ്തത്. കണ്ടില്ലേ, സ്റ്റാർ ആട്ടോ. അല്ല, ഈ സാധനമെല്ലാം പുതിയത് തന്നെയാണ്. മറ്റേ നേരത്തെ ഉണ്ടാകുന്ന അനങ്ങുന്നില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് സ്റ്റിയറിംഗ് കുറച്ച് കട്ടിയായിട്ട് തോന്നിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് മാറി, ഇതിൻ്റെ ഉള്ളിലുള്ളതും മാറി. അങ്ങനെ എല്ലാ സാധനവും ഒരു മാറി. ഇനിയിപ്പോൾ ഇതിൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ആ പൈപ്പ് പോണത് കണ്ടോ, ആ പൈപ്പ് ഇനിയും പുതിയത് തന്നെ ഉണ്ടാക്കണം. പഴയത് ലീക്കായിരുന്നു, അതിന് പുതിയത് ഉണ്ടാക്കണം, അങ്ങനെ കയറ്റണം. അങ്ങനെ കുറേ പരിപാടി ഉണ്ടല്ലോ ഇനി. അപ്പോൾ നമ്മുടെ വഴി ബൂസ്റ്ററും അതുപോലെ മാറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് ചെറിയ ബൂസ്റ്ററാണ്, അതൊന്ന് മാറി വലുതാക്കണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതും ചെയ്യണം. അങ്ങനെ ചെറിയ പരിപാടികളുണ്ട്. ഇതിപ്പോൾ 1-2 ദിവസം കൊണ്ട് പണിയുടെ പണിയൊന്നുമല്ല കേട്ടോ. അതാണ് ഇങ്ങനെ പെട്ടെന്ന് വീഡിയോ നിർത്തി കളയേണ്ടതൊന്നും തോന്നരുതേ. ഒരു 2 ദിവസവും 3 ദിവസമൊക്കെ എടുത്ത് പണിയുടെ പണികളാണ്. അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് ഞാൻ ചെല്ലും, വീഡിയോ എടുക്കും. നമുക്ക് സ്ഥിരമായിട്ട് അവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പിൽ ഓരോരോ പണി കഴിയുമ്പോൾ എടുത്ത് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് കാണിക്കണത്. എല്ലാവരും ഒന്നും തോന്നരുത്. നമ്മൾ കാര്യമായിട്ട് തന്നെ വീഡിയോ ചെയ്യാൻ കേട്ടോ. നമ്മൾ പണി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തകർക്കും, അത് വേറൊരു കാര്യം. പക്ഷേ ഇവനിങ്ങനെ അഴിച്ചിട്ട് കണ്ടപ്പോൾ മനസ്സിലൊരു ഭയങ്കര വിഷമം. കണ്ടില്ല അവൻ്റെ അവസ്ഥ. നന്നായിട്ട് പണിതെല്ലാം മിടുക്കനാക്കി എടുക്കാനാണെങ്കിൽ പോലും നമ്മുടെ കൂടെ ഇത്ര നാൾ ഉണ്ടായിരുന്നിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കണ ഉള്ളിൽ ഭയങ്കര ഒരു വിഷമം. അതുകൊണ്ട് വർഷോപ്പിലേക്ക് 2 ദിവസം പോയില്ല കേട്ടോ. എന്നാലും വേണ്ടില്ല, നമുക്ക് അടുത്ത ദിവസം ബാക്കിയുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.